അവർ ചാനൽ. അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് നിൽക്കുന്നത് ഒരു ക്രിസ്മസ് മേക്കപ്പ് ലുക്ക് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്തെടുത്ത ലുക്ക്. ജസ്റ്റ് ഒരു സിമ്പിൾ ഐ മേക്കപ്പും അതുപോലെ തന്നെ ഇത്തിരി ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ലിപ്സ്റ്റിക്കും ആണ് ഈ ഒരു ലുക്കിന്റെ പ്രത്യേകത. ഇതിപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസിന് തലേദിവസം രാത്രി പള്ളിയിലൊക്കെ പോവുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പിറ്റേ ദിവസം ക്രിസ്മസിന്റെ അന്ന് ഒരു ഗസ്റ്റ് ആയിട്ടൊക്കെ വേറെ വീട്ടിലൊക്കെ പോവുകയാണെങ്കിലും ചെയ്യാൻ പറ്റിയൊരു ലുക്കാണിത്. ഇപ്പം നിങ്ങൾക്ക് ഈ ബ്രൈറ്റ് ലിപ്സ്റ്റിക്സ് ഇഷ്ടമില്ലാത്തവർക്ക് പകരം ഇത്തിരി പിങ്കി ന്യൂഡ്സ് ലിപ്സ്റ്റിക് ഒക്കെ ഇടാവുന്നതാണ്. അപ്പം നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ സോ ഇതാണ് നമ്മുടെ ലുക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 4K ഫാമിലി ആയിരിക്കുകയാണ്. 4000 ആൾക്കാരുള്ള ഒരു ബിഗ് ഫാമിലിയായി നമ്മൾ അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാമിലിയാണ്. ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയ പിന്നെ നല്ല അത്യാവശ്യം ഗ്രോത്ത് ഉണ്ട് ചാനലിന്. അത് മാത്രമല്ല നമ്മുടെ ബ്ലഷ് വിത്ത് ആഷിൽ ഐശ്വര്യ ചേച്ചി കട്ട സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട് നമ്മുടെ ചാനലിന്. സോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഫേസിൽ. ജസ്റ്റ് എൻ്റെ പ്ലെയിൻ ഫേസ് ആണ്. ഞാൻ ഒരു മേക്കപ്പ് പ്രോഡക്ട്സും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ലിപ് ബാം വെച്ചിട്ട് ഞാൻ ഒന്ന് ലിപ്പ് എക്സ്ഫോലിയേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ബെയർ ഫേസ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് 1 by 1 ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യുന്നത് റയാലിൻ്റെ ഗ്രേപ്പ് സീഡ് ഓയിലാണ്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മളുടെ സ്കിൻ കെയർ റുട്ടീൻ വീഡിയോയിൽ. എൻ്റെ നൈറ്റ് ടൈം മോയ്സ്ചറൈസർ ആയിട്ട് ഞാനിത് പരിചയപ്പെടുത്തിയിട്ടുണ്ടായി. നൈറ്റ് ടൈം മോയ്സ്ചറൈസർ മാത്രമായിട്ടല്ല, ഞാനിത് എൻ്റെ മേക്കപ്പിൻ്റെ ബേസ് ആയിട്ടും ഞാനിത് കൊടുക്കാറുണ്ട്. നല്ല സ്കിൻ നല്ല ഫ്ലോ ആകും. നന്നായിട്ട് ഒരു ക്യാൻവാസ് നമ്മൾ ഒരുക്കണം നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേയായിട്ട്. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഈ ഗ്രേപ്പ് സീഡ് ഓയിൽ നല്ല യൂസ്ഫുൾ ആണ്. നന്നായിട്ട് ഫൗണ്ടേഷൻ ഗ്ലൈഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു ഗ്രേപ്പ് സീഡ് ഓയിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഇത് യൂസ് ചെയ്യാണ്. 2-3 ഡ്രോപ്സ് ഞാനിത് കയ്യിലേക്ക് എടുക്കാം കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ കയ്യിലിങ്ങനെ ഇതാക്കുക. ജസ്റ്റ് ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളുടെ ഫൗണ്ടേഷൻ നന്നായിട്ട് മുഖത്ത് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ ഇടുന്നത് വഴി നമുക്ക് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഞാൻ ഈ ഫൗണ്ടേഷൻ്റെ ടിപ്സും ട്രിക്സൊക്കെ ഉള്ള വീഡിയോ ഞാൻ ഇട്ട് തരാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നതല്ല, ഞാൻ എന്തായാലും ചെയ്യാട്ടോ എടുത്ത് തന്നെ. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണതിന് മുന്നായിട്ട്. സോ നന്നായിട്ട് ഞാൻ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്കിന്നിൽ ഇത് അബ്സോർബ് ചെയ്യാനായിട്ട് ഈ ഡാബിങ് മോഷൻ ഹെൽപ്പ് ചെയ്യും. ഫ്രണ്ട്സ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണു മുകളിലേക്ക് പോയി നോക്കുന്നുണ്ടെങ്കിൽ വേറൊന്നുമല്ല, എനിക്ക് ക്യാമറയുടെ സ്ക്രീൻ ഫ്ലിപ്പ് ചെയ്ത് വെച്ചേക്കാണ്. എനിക്ക് എന്നെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ക്രീൻ ഹെൽപ്ഫുൾ ആണ്. വേറെ മിററൊന്നും എൻ്റെ സൈഡിലൊന്നുമില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ഞാനിങ്ങനെ പൊക്കത്തേക്ക് നോക്കുകയാണെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ. നമ്മളപ്പോൾ നന്നായിട്ട് തന്നെ മോയ്സ്ചറൈസ് നമ്മളിങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളുടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ. മെബിലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷൻ ആണ്. നല്ല ഫൗണ്ടേഷൻ ആണ്. കുറേ അധികം റിവ്യൂസ് ഉള്ള ഫൗണ്ടേഷൻ ആണ് കേട്ടോ. നിങ്ങൾ നല്ലൊരു ഫൗണ്ടേഷൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇതായിരിക്കും റെക്കമെൻഡ് ചെയ്യുക. അടിപൊളി ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതും കുറച്ച് ഡ്രോപ്സ് ഞാൻ കയ്യിലേക്ക് എടുക്കുകയാണ്. ഞാൻ കുറേ അധികം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഇത്തിരി ഫൗണ്ടേഷനെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഭയങ്കര നമുക്കിപ്പം ക്യാഷ്വലായിട്ടൊക്കെ ലുക്കിനാണെങ്കിൽ കുറേ ഫൗണ്ടേഷൻ ഇട്ടിട്ട് പോകുന്നത് അതൊരു വൃത്തികേടാണ്. അപ്പം നമ്മുടെ സ്കിന്നിന് ചേരുന്ന ഒരു ഫൗണ്ടേഷൻ എടുക്കുക. നമുക്ക് ആവശ്യമുള്ള അത്രയും ഇടുക. ഭയങ്കര ഓവറായിട്ട് ഇടണ്ട. ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ചെയ്ത് കൊടുക്കുക. നെക്ക് മറക്കരുത് കേട്ടോ. നിങ്ങൾ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. സാധാരണ ഒരു കാഷ്വൽ ലുക്കിനാവാൻ നേരത്ത് ജസ്റ്റ് ഫൗണ്ടേഷൻ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഞാൻ കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ഉണ്ട് കേട്ടോ, പൊക്കത്തുണ്ടേ. അല്ലാണ്ട് നിങ്ങളൊരു പാർട്ടി ലുക്കൊക്കെ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഭംഗിയുണ്ടാവും. ഇപ്പം ഞാനിവിടെ മാറ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പകരം ഈ മാറ്റെ ഫൗണ്ടേഷൻ ഇത്തിരി ഗ്ലോയി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഓയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടുതൽ അപ്ലൈ ചെയ്യാം. ഞാൻ കൂടുതലായിട്ട് ഫൗണ്ടേഷൻ വീഡിയോ ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ജസ്റ്റ് നമ്മുടെ ഫൗണ്ടേഷൻ ബ്രഷ് എടുക്കുക. ഇവിടെ പിടിക്കുക. ഇവിടെ ഭയങ്കര അറ്റത്തൊന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രഷറായി പോവും. പകരം ഈ ഒരു സൈഡിലായിട്ട് പിടിക്കുക. ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. റൗണ്ട് മോഷനിൽ വേണം നമ്മളെപ്പോഴും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ.
നമ്മൾ ഈ മുഖത്ത് എല്ലാ ദിവസവും ഒക്കെ മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും CTM റുട്ടീൻ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ സ്കിന്നിന് അത് ദോഷമാണ്. കറക്റ്റായിട്ട് നമ്മുടെ സ്കിൻ അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ജസ്റ്റ് അപ്പം ഞാൻ ഫുൾ ഇങ്ങനെ ഇതാക്കാണ്. നെക്കിൽ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് വേറൊരു ഷെയ്ഡും നെക്ക് വേറൊരു ഷെയ്ഡും ആയിട്ടിരിക്കും. അതുകൊണ്ടിട്ട് ഒരിക്കലും നെക്കും മറക്കരുത്. നന്നായിട്ട് റൗണ്ടിൽ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് 228 സോഫ്റ്റ് ആണ് കേട്ടോ. എൻ്റെ ഷെയ്ഡിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഹെൽപ്ഫുൾ ആയിരിക്കും തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോമ്പാക്ട് പൗഡർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതിന് മുകളിലേക്ക് കോമ്പാക്ട് പൗഡർ ഡാബ് ചെയ്ത് കൊടുക്കാം. എനിക്ക് കോമ്പാക്ട് പൗഡർ ഇതിന്റെ പൊക്കത്തേക്ക് ഡാബ് ചെയ്യണത് ഇഷ്ടമല്ല. കോമ്പാക്ട് പൗഡർ കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര കേക്കി ആയി പോവും. അപ്പം നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷെയ്ഡിനുള്ള ഒരു കോമ്പാക്ട് പൗഡർ സെറ്റ് ചെയ്യാം. എനിക്ക് ഈ ഒരു ഗ്ലോയിങ് ലുക്കാണ് ഇഷ്ടം, ഭയങ്കര മാറ്റ് ആയിട്ടുള്ള ലുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നില്ല, കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളുടെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പോലെ തന്നെ ഞാൻ ഈ മിസ് ക്ലെയറിൻ്റെ ഐബ്രോ കേക്ക് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഞാൻ ഈ ഒരു ഡാർക്ക് ഷെയ്ഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഈ ഡാർക്ക് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ജസ്റ്റ് ഒരു ആംഗുലാർ ബ്രഷ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും. അത് വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്യണം. ഇവിടെ നിന്ന് എടുക്കുക. എക്സായിട്ടുള്ള പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് തട്ടിക്കളയാം. സ്പൂല് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് താഴത്തേക്ക് ആക്കുക. ഐബ്രോയുടെ ഷേപ്പ് അറിയാൻ വേണ്ടിയാണ്. പൊക്കത്ത് അപ്ലൈ ചെയ്യാം. നമ്മൾ ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൊക്കത്തേക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പുരികം ഭയങ്കര ഡള്ളായിട്ടിരിക്കും. അപ്പം നമ്മൾ ഈ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യാൻ നേരത്ത് അതിന് നല്ലൊരു ജീവൻ കൊടുത്ത പോലെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കണ്ടോ എൻ്റെ ഐബ്രോസ്. ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മളുടെ മേക്കപ്പ് റെവല്യൂഷൻ്റെ സോഫെക്സ് പാലറ്റ് തന്നെയാണ്. ഈ ഒരു പാലറ്റ് മാത്രം ഐ ഷാഡോ പാലറ്റായിട്ട് എൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഐ ഷാഡോ ബ്ലെൻഡിങ് ബ്രഷാണ് ഇത്. ഞാൻ എടുത്തു ഒരു ലൈറ്റ് മാറ്റ് ഷെയ്ഡ് ഞാൻ വന്നിട്ട് ക്രീസിൽ അപ്ലൈ ചെയ്യാണ്. ക്രീസ് ഇതാണ് കേട്ടോ, ക്രീസിൽ അപ്ലൈ ചെയ്യാണ് ഞാൻ. ഇനി നമുക്ക് വന്നിട്ട് ഷിമ്മർ ഷെയ്ഡ്സ് വന്നിട്ട് സെൻറ്ററിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാം പതുക്കെ. ഇതാണ് ഐ ഷാഡോ പ്ലേസ് ചെയ്യുന്ന ബ്രഷ്. നമുക്ക് പതുക്കെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിലായിട്ട് നമുക്കിങ്ങനെ ഗ്ലിറ്റർ വെച്ച് കൊടുക്കാം. ഗ്ലിറ്റർ ഐ ഷാഡോ ഇട്ട് ഒരിക്കലും ബ്ലെൻഡ് ചെയ്യരുത്, ജസ്റ്റ് അത് പ്ലേസ് ചെയ്യാനേ പാടുള്ളൂ. ഞാനപ്പോൾ ഐ ഷാഡോ ചെയ്ത് കഴിഞ്ഞു. ലൈറ്റായിട്ടാണ് ഞാൻ ഐ മേക്കപ്പ് ചെയ്തിട്ടുള്ളൂ. ഭയങ്കര എടുത്തു നിന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കണവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും നമ്മൾ ഇതിട്ടിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഫൗണ്ടേഷൻ ആണെങ്കിലും ഇപ്പോൾ ഐ ഷാഡോ ആണെങ്കിലും ഒക്കെ ലൈറ്റായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. കണ്ടോ ഐ മേക്കപ്പ്. ഐസ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ലൈനേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ബ്ലാക്ക് ലൈനറും ഒരു റെഡ് ലൈനറും. കണ്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ റെഡ് ലൈനർ എഴുതാം. കുറച്ച് നീട്ടി എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ റെഡ് ലൈനർ മിസ് ക്ലെയറിൻ്റെ ആണ്. താഴത്തെ പോർഷനിൽ ഞാൻ ബ്ലാക്ക് ലൈനറാണ് കേട്ടോ എഴുതണം. ഇത് സാധാരണ നമ്മുടെ ലാക്മിയുടെ 95 റുപ്പീസിൻ്റെ ഒരു ലൈനറാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഈ ലൈനർ യൂസ് ചെയ്യണം.
കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലൈനർ. ജസ്റ്റ് ഞാൻ എൻ്റെ ആസ് യൂഷ്വൽ സ്റ്റൈലിൽ കണ്ടോ എഴുതുവാണേ. ഞാൻ ഈ കൺപീലിയുടെ പൊക്കത്ത് നമ്മളുടെ വാട്ടർ ലൈനിലും എഴുതും, അതുപോലെ തന്നെ ഈ പീലിയുടെ താഴത്തു കൂടി എഴുതും. എന്നിട്ട് ഈ രണ്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു തിക്ക് ലൈനായിട്ട് തോന്നിക്കും. അങ്ങനെ ഞാൻ ഈ ബ്ലാക്ക് ലൈനർ എപ്പോഴും എഴുതുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്താലും ലിപ്സ്റ്റിക് ഇടാണ്ട് നമ്മുടെ ഈ ഫുൾ ലുക്ക് കംപ്ലീറ്റ് ആവില്ല. നമുക്ക് വെറുതെ ഫൗണ്ടേഷൻ ഇട്ടാൽ പോലും എന്തോ മാതിരി തോന്നും നമുക്ക്. പക്ഷെ ലിപ്സ്റ്റിക്കും കൂടി വരാൻ നേരത്ത് ഫുൾ ലുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. സാധാരണ നമ്മൾ ചെയ്യാൻ നേരത്ത് അറിയാലോ, നമ്മൾ രണ്ട് കൈയും കാലും എല്ലാം കൂടി എടുത്തിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ നിൽക്കുന്നത്. ഇതിപ്പോൾ ഒരു കയ്യിൽ ഐ ഷാഡോയുടെ ഇതും ഒരു കയ്യിലാണ് എൻ്റെ ലൈനറിൻ്റെ ഇതുള്ള ക്യാപ്പും ഉള്ളത്. അതുകൊണ്ട് നല്ല ഡിഫിക്കൽട്ട് ഉണ്ട് രണ്ടും കൂടി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനാണെങ്കിൽ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് ഈ മേക്കപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കും ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി എല്ലാം കൂടി. എന്നാലും സാരില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരും. കണ്ടോ, ഇപ്പോൾ ഒരു റെഡും ബ്ലാക്കും കൂടി ഞാൻ ലൈൻ ചെയ്തേക്കണേ. ഇനിയിപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു ആരോ ഇട്ട് നമുക്കിനി എഴുതി കൊടുക്കാം. കണ്ടോ, തിക്കായിട്ടൊരു ലൈൻ പോയേക്കണുണ്ടോ? കണ്ടോ, തിക്കായിട്ട് ഞാൻ ഇവിടെ നിന്ന് ലൈൻ ചെയ്തു. നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. എന്താ വോളിയം തോന്നുന്നു. നമ്മൾ ഈ മസ്കാര ഇട്ട് ഇങ്ങനെ പമ്പ് ചെയ്യിക്കരുത് കേട്ടോ. വേറൊന്നും കൊണ്ടിട്ടല്ല, മസ്കാര എയർ കയറിയിട്ട് ചീത്തായി പോവും. ചിലരുണ്ട് ഇങ്ങനെ ഇട്ട് കുത്തി ഇതാക്കുന്നത്. ജസ്റ്റ് ഒന്ന് എടുക്കുക, നന്നായിട്ട് അപ്ലൈ ചെയ്യുക. പോരെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്നുകൂടി എടുത്ത് അപ്ലൈ ചെയ്യുക. ഉണ്ടോ, മസ്കാര ഇട്ട് കൊടുക്കാൻ നേരത്ത് കണ്ണ് ഇത്തിരി കൂടി തുറന്ന പോലെ തോന്നും. ജസ്റ്റ് ആദ്യം ഇങ്ങനെ അപ്ലൈ ചെയ്യുക, പിന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തു, മസ്കാരയും കൂടി ഇട്ടിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലഷാണ് കേട്ടോ. ബ്ലഷിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലാക്മി 925 ലിപ്പ് ആൻഡ് ചീക്ക് കളറാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ബ്ലഷ് വെൽവെറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. എനിക്ക് ഇതിൻ്റെ ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ബ്ലഷായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് 2-3 ഡോട്ട് ഇട്ട് കൊടുക്കുക. നല്ല പിഗ്മെന്റഡ് ആണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം. പാച്ചസ് ഒന്നും വരാണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അറിയില്ല കേട്ടോ, അത് ഭയങ്കര ലൈറ്റാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഈ ബ്ലഷ്. കണ്ടോ? അപ്പോൾ നമുക്ക് നമ്മുടെ ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഹൈലൈറ്ററിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലാക്മി അബ്സല്യൂട്ട് ഇലുമിനേറ്റിംഗ് ഷിമ്മർ ബ്രിക്കാണ്. ഇത് വന്നിട്ട് 4 ടോണിലുണ്ട് കേട്ടോ. ഒരു പാക്കിൽ തന്നെ 4 ടോണിൽ ഇത് അവൈലബിൾ ആണ്. ഞാനപ്പോൾ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ? ഡാബ് ചെയ്ത് കൊടുക്കാം. ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതിയേ. കണ്ടോ ഒരു ഷൈൻ? ഞാൻ പിന്നെ ഇത്തിരി എടുത്തിട്ട് ഈ കോളർ ബോൺസിൽ അപ്ലൈ ഉണ്ട്. ഈ കണ്ണിൻ്റെ ഈ കോർണേഴ്സിൽ ഞാൻ അപ്ലൈ ഉണ്ട്. ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്താൽ മതിയേ, ഒരു ഡെഫിനിഷൻ കിട്ടാൻ വേണ്ടി. അല്ലോ, ഇനി നമുക്ക് നമ്മളുടെ മെയിൻ പാർട്ടായിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇടാം. ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ
ലിപ്പ് ലൈൻ ചെയ്യേണ്ടത് എസെൻഷ്യൽ ആണ് കേട്ടോ, മറക്കരുത്. നന്നായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ലോവർ ലിപ്പ് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലിപ്പ് നന്നായിട്ട് ലൈൻ ചെയ്ത് കൊടുത്തു. ഇനി അത് ഫില്ല് ചെയ്യണം. എൻ്റെ നല്ല ബ്രൈറ്റ് റെഡ് ലിപ്സ്റ്റിക്സ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ ഒരു സാമ്പിൾ പാക്ക് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇത് ആംവേ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു സാമ്പിൾ പാക്ക് ആണ്, റെഡ് ലിപ്സ്റ്റിക് ആണ്. നമുക്കപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഗ്ലോസി ലിപ്സ്റ്റിക് ആണ് കേട്ടോ. കണ്ടോ, നൈറ്റ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ നേരത്താണെങ്കിലും പാർട്ടിക്കൊക്കെ ആണെങ്കിൽ തന്നെ ഈ ഒരു റെഡ് ലിപ്സ്റ്റിക്ക് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്രിസ്മസ് മേക്കപ്പ് ലുക്ക്. ജസ്റ്റ് സിമ്പിൾ ലുക്കാണ് കേട്ടോ. ഐസ് വന്നിട്ട് മിനിമലാണ് ഭയങ്കര. അതിന് പകരമാണ് നമ്മളിവിടെ ഭയങ്കര പോപ്പി ആയിട്ട് നിൽക്കുന്ന ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന റെഡ് ലിപ്സ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നല്ലതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് എൻ്റെ ക്രിസ്മസ് മേക്കപ്പ് ലുക്ക്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ പള്ളിയിലൊക്കെ പോകാനായിട്ടും അതുപോലെ തന്നെ ക്രിസ്മസിനെല്ലാം അടിച്ചു പൊളിച്ച് ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകാനൊക്കെ ആയിട്ട് ഗസ്റ്റ് ആയിട്ടൊക്കെ പോകാനായിട്ട് പറ്റിയൊരു മേക്കപ്പ് ലുക്കാണിത്. ജസ്റ്റ് മിനിമൽ ഐസും അതുപോലെ തന്നെ ഇത്തിരി ബ്രൈറ്റ് ലിപ്സും ആണ്. പക്ഷെ ഇത് നല്ലതാണ് കേട്ടോ. നേരിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല രസമുള്ള മേക്കപ്പാണ്. ഭയങ്കരമായിട്ട് ഓവറായിട്ട് മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്നേ തോന്നില്ല. നിങ്ങൾക്കിപ്പോൾ വേണം ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ലിപ്സ് ഇഷ്ടപ്പെടുന്നവരല്ലെങ്കിൽ ജസ്റ്റ് ഇത് ലൈറ്റ് ആക്കാം, അതിനൊരു കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ലുക്കൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. നിങ്ങളുടെ സൗകര്യമാണ് എന്തോരം വേണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന മേക്കപ്പ് ലുക്ക്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ.